വിജീവയുടെ ശബ്ദ സന്ദേശം എങ്ങനെ അത് പ്രസക്തമാകുമോ എന്നുള്ളത് പ്രസക്തമല്ല. കാരണം ഇന്നിപ്പോ കോടതി ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കോടതി ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ട് എടുത്തിരിക്കുന്ന ബലാത്സംഗ കേസിന്റെ മെറിറ്റ് മാത്രമോ അതിൽ പ്രൈമ ഫേസി കേസ് നിൽക്കുന്നുണ്ടോ എന്നുള്ളതും ജാമ്യം കൊടുക്കാമോ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാഹുൽ മാക്കൂട്ടം സാക്ഷികളെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ കേസിന്റെ തെളിവുകൾ നശിപ്പിക്കുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കോടതി പരിശോധിക്കാൻ പോണത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ അതിജീവിതയും അതുപോലെ തന്നെ രാഹുൽ മാക്കൂട്ടവും തമ്മിൽ നടത്തിയ പേഴ്സണലായിട്ട് വ്യക്തിപരമായി നടത്തിയ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് പെനി നൈനാൻ എന്ന് പറയുന്ന രാഹുൽ മാക്കൂട്ടത്തിനോടൊപ്പം നടക്കുന്ന ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ കൂടെയുള്ള ആള് പുറത്തുവിട്ടിരിക്കുന്നു, അത് പരസ്യപ്പെടുത്തിയിരിക്കുന്നു. അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ അധികം പെൺകുട്ടിയുടെ സ്വകാര്യതയും അതുപോലെ തന്നെ അഭിമാനത്തെയും ഖനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിപ്പോ അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, അല്ലെങ്കിൽ ലോഹ്യത്തിലായിരുന്നു, അല്ലെങ്കിൽ അടുപ്പത്തിലായിരുന്നു. ആ സമയത്ത് അവർ തമ്മിൽ കൈമാറിയിട്ടുള്ള അവരുടെ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ അവർ നടത്തിയിരിക്കുന്ന മെസ്സേജുകളോ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നത് ആക്ഷേപിക്കാൻ തന്നെയാണ്. ഇതിപ്പോ ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതല്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇനിയും കൂടുതൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾ അവര് ഈ പ്രതിയുമായി നടത്തിയിട്ടുള്ള ചാറ്റുകളും അവര് തമ്മിലുള്ള സംഭാഷണങ്ങളും മറ്റുമൊക്കെ പുറത്ത് പ്രകടിപ്പിച്ച് അവരുടെ ജീവിതവും ഭാവിയും നശിപ്പിക്കുന്ന രീതിയിലുള്ള അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ്. അതായത് കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. അത് ഈ പറഞ്ഞ ഈ കേസിലേക്കല്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു 4-5 ദിവസത്തോളമായിട്ട് റിമാൻഡിൽ കഴിയുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. ഇനിയിപ്പോ അതിൽ ജാമ്യം കിട്ടുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം പ്രതിക്കുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ആ കേസിലേക്ക് ലക്ഷ്യം വെച്ചുള്ള ആണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് ശരിയായ രീതിയിലുള്ള ഒരു കീഴ്വഴക്കമല്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു നടപടിക്രമമല്ല ഇവർ ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഒരു പെൺകുട്ടി 3 പെൺകുട്ടികളായി ഇപ്പൊ തന്നെ. അപ്പൊ അവരെ വീണ്ടും പിന്തിരിപ്പിക്കാനും ആ രീതിയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിയമവ്യവസ്ഥയോട് തന്നെ ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ സമൂഹത്തോട് തന്നെ കാണിക്കുന്ന ഒരു അതിക്രമവും തന്നെ നമുക്കത് പറയാം. കാരണം പെൺകുട്ടിയുടെ മാത്രമല്ല, അതൊരു ശരിയായ രീതിയല്ല. അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അതിനെ അംഗീകരിക്കുവാനോ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കേസിൽ ജാമ്യം കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, ചിലപ്പോൾ കിട്ടുമായിരിക്കാം. എന്നിരുന്നാലും ഈ രീതിയിലുള്ള പ്രവണത, അതും ഒരു പൊതുപ്രവർത്തകനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻ നേതാവ് എന്നുള്ള നിലയ്ക്കും ഒക്കെ അത് അയാൾക്ക് ഭൂഷണമല്ല എന്നുള്ളതാണ് ഇതിൽ പറയുവാനുള്ളത്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ഏതൊക്കെ വിഷയങ്ങൾ പരിഗണിക്കാനാണ് സാധ്യതയുള്ളത്? ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്, അതിൽ ആ ഹോട്ടലിൽ പോയി എന്നുള്ള കാര്യം ഇയാൾ സമ്മതിക്കുന്നുമുണ്ട്. പിന്നീടും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു സഹകരണം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കോടതി പോകാൻ സാധ്യതയില്ലേ? ഇല്ല, രാഹുലിന്റെ ഈ പറഞ്ഞ രീതിയിലുള്ള സഹകരണം ഇവിടെ പ്രസക്തമല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതികൾ പൂർണ്ണമായി സഹകരിച്ചിട്ടൊന്നും അല്ല കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തെളിവുകൾ ശേഖരിക്കുക, നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം പുരോഗമിപ്പിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ കർത്തവ്യം. ഇതിലിപ്പോ പരിഗണിക്കുന്നത്, കോടതി പരിഗണിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഈ കേസിൽ ഡിലേ ഉണ്ടായിട്ടുണ്ട്. 1 വർഷത്തോളം പഴക്കമായ കാര്യമാണ്. പിന്നെ ഇവർ തമ്മിൽ പരസ്പര സമ്മതപ്രകാരമാണോ ഇത് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നെ അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ്. ഇപ്പം തിരുവല്ലയിൽ ക്ലബ് ഹോട്ടലിൽ എത്തിയെന്നോ അവിടെ റൂം എടുത്തു എന്നുള്ളതും ഒക്കെ തെളിയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാകുന്നില്ല ഈ കുറ്റം അല്ലെങ്കിൽ കുറ്റകൃത്യം എന്ന് പറയുന്നത് തെളിയിക്കപ്പെടാൻ. പ്രൈമ ഫേസി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിരിക്കുന്നു, അതിന് കേതുവായ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ അതൊരു റേപ്പ് എന്നുള്ള അല്ലെങ്കിൽ ബലാത്സംഗം എന്നുള്ള നിർവചനത്തിലേക്ക് അത് വരുത്തുവാൻ സാധിക്കുമോ അല്ലെ വരുന്നതാണോ എന്നുള്ളതാണ് കോടതി കൂടുതലായും പരിശോധിക്കുന്നത്. മറ്റു രീതിയിൽ നോക്കുമ്പോൾ ഇയാൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടോ, ഇനി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെയാണ് കോടതി നോക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള ഇയാളെ കസ്റ്റഡിയിൽ വിട്ട് 3 ദിവസം കസ്റ്റഡിയിൽ വിട്ട് പോലീസിന്റെ ഏകദേശം പ്രാഥമിക അന്വേഷണം പൂർത്തീകരിച്ച ഒരു സാഹചര്യത്തില് ഇനിയിപ്പോ അത് പോലീസിന് ഇതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ പോലീസ് പറയുന്ന കൂടുതൽ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം ഇയാളുടെ സാന്നിധ്യമോ
അല്ലെങ്കിൽ ഇയാളുടെ മറ്റ് സഹായമോ ഒന്നും തെളിവെടുപ്പിൽ ആവശ്യമില്ല. തന്നെയുമല്ല, ഇയാൾ ഒളിവിൽ പോകാൻ സാധ്യതയില്ല. ഒരു MLA ആണ്, അപ്പം പൊതുപ്രവർത്തകനാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.